Hello friends, welcome to my channel Manu Tiki. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളിപ്പം കൊറോണ ടൈമാണ്, അതുകൊണ്ട് മാസ്ക് ഇടുന്ന അധികം സുരക്ഷിതമല്ല. ഇപ്പം കൊറോണ 1000-ൻ്റെയും 2000-ൻ്റെയും മേളിൽ പോയിരിക്കുന്നു കൊറോണ രോഗികൾ. അതുകൊണ്ട് നമുക്കൊരു ഷീൽഡ് മാസ്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോയിലായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് അടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യേണ്ട. ആരും ഓടിച്ചു വിടല്, ഫുൾ വീഡിയോ കാണാം. നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു കുപ്പി വേണം, പിന്നെ നമുക്കൊരു സ്പോഞ്ച് ടൈപ്പ് വേണം, പിന്നെ ഒരു ചെറിയൊരു ചരട് വേണം. ഇത്രയുമാണ് നമുക്കിപ്പോൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. നമുക്ക് സമയം കളയാതെ നേരെ വർക്കിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യമേ ചെയ്യാൻ പോകുന്നത് കുപ്പി ഒന്ന് കട്ട് ചെയ്യാൻ പോകണം. 2 സൈഡിലായിട്ട് കട്ട് ചെയ്യാൻ പോകണം. ആദ്യമേ നമുക്ക് ടേപ്പ് എടുത്ത് ചുറ്റാം. അതാകുമ്പോൾ കറക്റ്റ് രീതിയിൽ കട്ടായി തരും. കറക്റ്റ് രീതിയിൽ നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ടേപ്പ് ഒട്ടിക്കുന്നത്. അതിനുശേഷം നമുക്ക് കട്ടിങ് തുടങ്ങാം. 2 സൈഡിലും അതുപോലെ തന്നെ നല്ല കട്ടിയായിട്ട് കട്ട് ചെയ്യണം. പതുക്കെ കട്ട് ചെയ്താൽ മതി. കൈയൊന്നും മുറിയാത്ത രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത്. കുട്ടികൾക്ക് വരെ പരീക്ഷിക്കാവുന്നതാണ് ഈ നമ്മുടെ മാസ്ക്. നമ്മളങ്ങനെ കട്ട് ചെയ്ത് 2 സൈഡിലിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിന് ശേഷം നമ്മുടെ നടുക്ക് ഭാഗം പിടിച്ചൊന്ന് കട്ട് ചെയ്യേണ്ടതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതൊന്ന് നേരെ ആക്കണം, നല്ല കട്ടിക്കാക്കണം. നമ്മുടെ അത് നേരെ ആവുന്നില്ല, നമ്മളൊന്ന് പരമാവധി ഒന്ന് ശ്രമിച്ച് നേരെ ആക്കണം. നമുക്ക് അതിന് ശേഷം നമ്മുടെ സ്പോഞ്ച് എടുക്കണം. ഞാനിപ്പോൾ നമ്മുടെ പാത്രം കഴിയുന്നത് അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് നടുക്കൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത് അടുത്ത പരിപാടി. നമ്മളങ്ങനെ എടുത്തു. അതിനുശേഷം അതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആ സൈഡിലത്തെ അത് ഉരയ്ക്കാം. നമ്മൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ അത് നമുക്ക് ഉരയ്ക്കേണ്ടതാണ്. സൈഡുകളിൽ ഇങ്ങനെ വല്ലാത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഉരച്ച് നല്ല സോഫ്റ്റ് ആക്കണം. ഒരു വൃത്തിക്ക് ആവത്തുള്ളൂ. അത് കഴിയുമ്പം നമ്മുടെ ആ പ്ലാസ്റ്റിക് സാധനം നേരെ ആവുന്നില്ല. നമ്മൾ പരമാവധി ഒന്ന് ശ്രമിക്കണം നേരെ ആക്കാൻ. ഈ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്പോഞ്ച് എടുത്ത് ഫെവിക്കോക്ക് എന്തെങ്കിലും ഒട്ടിക്കുക. ഇത് വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ച് വെക്കണം. ഞാനിപ്പോൾ ഫെവിക്കോക്കാണ് എടുത്തിരിക്കുന്നത്. ഇതാണെങ്കിലും ഒട്ടിക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒട്ടിച്ചു. അത് നമ്മുടെ അത് നമുക്കിനി നമ്മുടെ കുപ്പിയുടെ അതിലോട്ട് ഒട്ടിക്കാം. നല്ല ടൈറ്റായി അമക്കി കൊടുക്കണം, എന്നാലും ഒരു ഇത് വരത്തുള്ളൂ. അത് വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നെറ്റിക്കത്തതിന് വേണ്ടിയിട്ടാണ് വെക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ വെക്കുകയാണെങ്കിൽ നമുക്കിത് കിട്ടത്തില്ല, ടൈറ്റ് കിട്ടത്തില്ല. അപ്പം നെറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ വെക്കുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് പണിയെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ടേപ്പ് ഒട്ടിക്കണം. ഞാനിപ്പോൾ ടേപ്പാണ് ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേപ്പർ എന്താണെങ്കിലും ഒട്ടിക്കും. ഞാനിപ്പോൾ ടേപ്പാണ് ഒട്ടിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ അത് കിഴിക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. നമ്മളെ സൈഡ് വെച്ച് അതിൻ്റെ കിഴിക്കണം. എന്നിട്ട് നമുക്ക് ആ ചെറിയൊരു ടോയിനെടുത്ത് അതിൻ്റെ അകത്ത് ഒഴിയിടാം.
നമുക്കത് കെട്ടി വെക്കാം. നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് മുഖത്ത് വെച്ച് നോക്കാം, നമുക്ക് കൺഫേം ഇതാണോ എന്ന്, നല്ല ഇതാണോ നോക്കാം. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ വെച്ച് നമ്മുടെ അത് നേരെ ആക്കണം. ഇനി ഭയങ്കര പാടാണ് നേരെ ആക്കുക. എന്നാലും ഇപ്പോൾ ജസ്റ്റ് നല്ല സൈഡെല്ലാം ഓക്കെ ആയിട്ടിരിക്കുകയാണ്. ടേപ്പൊക്കെ ഒടിച്ചുകൊണ്ട് അതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് സൂപ്പറായിട്ടിരിക്കുന്നത് സംഭവം. സൈഡെല്ലാം ഞാൻ നോക്കുന്നുണ്ട്, ഓക്കെയാണ്. ഇത് വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ മുഖത്തോട്ടൊന്നും തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. ഒടുവിൽ അത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ടെസ്റ്റിങ് ചെയ്തു വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. നമ്മുടെ ഫുൾ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അല്ലാതെ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും, കടയിൽ നിന്ന് ഇച്ചിരി കൂടുതലാണ്. അപ്പം നമ്മൾ ജസ്റ്റ് നമ്മളൊരു പ്ലാസ്റ്റിക് ബോട്ടിലുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തന്നെ. നിങ്ങൾക്ക് വീട്ടിലിപ്പോൾ ഹെൽപ്ഫുള്ളായിരിക്കും ഇങ്ങനത്തെ ഒരു സിമ്പിൾ മെത്തേഡ് വെച്ച് ചെയ്യുന്നതിന്. എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം.